السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാനപ്പെട്ട ഷാക്കിർ തങ്ങൾ, അബ്ദുൽ ഹക്കീം തങ്ങൾ, TKC അബ്ദുൽ ഖാദർ ഹാജി, സയ്യിദ് ദാരിമി, അബ്ദുൽ ഖാദർ ഫൈസി, സൽമാൻ അസ്ഹരി തുടങ്ങി സ്റ്റേജിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപക ദിന ആചരണം, അതിനു വേണ്ടിയാണ് പ്രവർത്തകരായ പ്രധാനികളായ ആളുകളുടെ ഒരു സമ്മേളനം ഇവിടെ വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടും അനിവാര്യമായ ഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു സമ്മേളനമാണ് ഇത് എന്ന് സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന നമുക്കൊക്കെയും വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കൊക്കെ ഭാരിച്ച ഉത്തരവാദിത്വം, വളരെ ഗൗരവമേറിയ ബാധ്യതകൾ ഉള്ളവരാണ്. നാം ഉണർന്ന് നിലകൊള്ളേണ്ടതുണ്ട്. ആഴത്തിൽ ദൂരേക്ക് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ നീക്കേണ്ടതുണ്ട്. ആ ബാധ്യത ഇന്ന് നമ്മുടെ ഒക്കെ തോളിലാണ് ഉള്ളത്. അതിൽ നിന്ന് നാം പിൻവാങ്ങിയാൽ, അതിൽ നാം അലസത കാണിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കൊക്കെയും ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപനം, അത് സ്ഥാപിച്ചത് വളരെയേറെ നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ അക്കാലത്തുള്ള പ്രഗത്ഭരായ സാദാത്യങ്ങളും പണ്ഡിതന്മാരും അവരുടെ നിർബന്ധമായ ബാധ്യത നിർവഹിച്ചുകൊണ്ട് സംഘടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കം അവർ നടത്തിയതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് ഈ ഉമ്മത്തിന് കൈമാറി കിട്ടിയിട്ടുള്ള പരിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അതിൽ യാതൊരു മാറ്റവും തിരുത്തലുമില്ലാതെ കൃത്യമായി ഇക്കാലഘട്ടത്തേക്ക്, വരും തലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കാൻ ആ ഒരു പ്രവർത്തനം, ആ ഒരു നീക്കത്തിലൂടെ സാധ്യമായി എന്നത് ആണ് വസ്തുത. ഒരു പക്ഷേ അത്തരം ഒരു നീക്കമില്ലാതെ സ്വന്തം കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അക്കാലത്തുള്ള പണ്ഡിതന്മാരും നേതാക്കളും നിലകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ചിത്രം മറ്റൊന്നും ആകുമായിരുന്നു എന്ന് ന്യായമായും നാം കാണേണ്ടതുണ്ട്. അവിടെയാണ് വരും തലമുറകളിലേക്ക് ആ പറയപ്പെട്ട അടിസ്ഥാന നിലപാടുകൾ, അടിസ്ഥാന തത്വങ്ങളെ യാതൊരു വ്യതിയാനവുമില്ലാതെ വരും തലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ കാണുന്ന നാം ഉൾക്കൊള്ളുന്ന ഈ ഉത്തരവാദപ്പെട്ട ആളുകൾ വളരെയേറെ ഗൗരവത്തോടെ, ആത്മാർത്ഥമായി, സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. എപ്പോഴും ദീനിന് അതിൻ്റെതായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രം അത് നമ്മെ ബോധ്യപ്പെടുത്തിയ വസ്തുതയാണ്. അത്തരത്തിൽ സംഘടിതമായി ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അവമതിക്കുന്ന ഒരു നീക്കം നമ്മുടെ കേരളത്തിലും രൂപപ്പെട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നതാണ് സമസ്തയുടെ ഉത്ഭവത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം.
അതിനെ തകർക്കുകയും ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ കൃത്യമായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് സമസ്തയുടെ ഉത്ഭവത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ആ അടിസ്ഥാന ലക്ഷ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കണം സമസ്തയുടെ ഓരോ നീക്കവും അതിൻ്റെ പ്രവർത്തനവും. അങ്ങനെ ആവും. അടിസ്ഥാനത്തെ അവഗണിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രവർത്തനം, മറ്റൊരു ദിശയിലൂടെയുള്ള പ്രവർത്തനം, അത് സമസ്തയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. അത് സമസ്ത എന്ന ഒരു സംഘടിത പ്രവർത്തനം ഇവിടെ ആവശ്യമില്ലാതിന്. അതിൻ്റെ പ്രവർത്തന ഉദ്ദേശം, ഈ ലക്ഷ്യം, ഈ അടിസ്ഥാനങ്ങളെ സംരക്ഷിക്കലാണ്. അതത് കാലത്തുള്ള പണ്ഡിതന്മാരുടെ നേതാക്കളുടെ ഉത്തരവാദിത്വവും കൂടിയാണ്. നമുക്കറിയാം, മഹാന്മാരായ സ്വഹാബത്തിന്റെ അവസാന കാലഘട്ടം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നടക്കുന്ന കാലഘട്ടത്തിലാണ് സമൂഹത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു വിഘടന സ്വഭാവം ഉടലെടുക്കുന്നത്. അന്ന് സമുദായത്തിന്റെ നേതാക്കളായ അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള അക്കാലത്തുള്ള മഹാന്മാരായ സഹാബിമാർ, അവരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അവർക്ക് നേരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട്, അവരെ അവമതിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയാണ്. അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി, ലഖദ് അശ്റക്ത യാ അലിയു ഫീ ദീനില്ലാഹി റിജാൽ, അലിയെ താങ്കൾ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നവർ പറഞ്ഞു. ഇതിനവർ കാരണമായി ഉദ്ധരിച്ചത് അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ, അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി, മസ്ലഹത്തിന് വേണ്ടി രണ്ട് ആളുകളെ നിശ്ചയിച്ചു. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമായിരുന്നു അത്. ഇവർ വിഷയത്തിൽ ഒരു വിധി പറയണം, തീരുമാനം പറയണം. അത് ഇരു വിഭാഗവും അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ധാരണ. ഇങ്ങനെ ഒരു രണ്ട് പേരെ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി ഏൽപ്പിച്ചതിലൂടെ ആ സഹാബിമാർ മുഴുവനും, അലി റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള സഹാബിമാരും, മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള മുഴുവൻ സഹാബിമാരും, അവരെ കൂടെയുള്ള സർവ്വ മുസ്ലിമീങ്ങളും ശിർക്ക് ചെയ്തിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരു വസ്തുതയാണ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി, വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമുള്ളതാണ്. വിധി കൽപ്പിക്കേണ്ടവൻ അല്ലാഹു മാത്രമാണ്. അതിനുള്ള അർഹത അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത്തരത്തിലുള്ള അല്ലാഹുവിന്റെ മാത്രമായ അവകാശത്തെ രണ്ടാളെ വിധികർത്താക്കളായി നിശ്ചയിക്കുന്നതിലൂടെ ശിർക്ക് ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ചെയ്തത് ശിർക്കാണ്. അതിനു വേണ്ടി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർ ഉദ്ധരിച്ചു. അലി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാനാഭാഗത്തു നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പറയും, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹി, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹി, ശിർക്ക് ചെയ്തിരിക്കുന്നു നിങ്ങൾ, അല്ലാഹുവിന് മാത്രമുള്ള അവകാശം നിങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് അവർ ആരോപിച്ചു. ശിർക്ക് ആരോപണത്തിന്റെ അടിസ്ഥാന കാരണം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇവരുമായി നേരിട്ടൊരു സംവാദം നടത്തുന്നതിന് വേണ്ടി, മുനാലറ നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുടെ ഇടയിലേക്ക് പോയി. അവർ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ, അവർ മുന്നോട്ട് വെക്കുന്ന തൗഹീദ്, അത് പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ്.
അത് യഥാർത്ഥത്തിൽ തൗഹീദിന് യോജിച്ചതല്ല. തങ്ങൾ പ്രവർത്തിച്ച പ്രവൃത്തി ഒരിക്കലും തൗഹീദിന് വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരുമായി സംവാദം നടത്തി. ആ സംവാദത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത്, ഇത് ആത്യന്തികമായി വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതിലിവിടെ ആർക്കും തർക്കമല്ല. പിന്നെ അല്ലാഹുവിന് വേണ്ടി അവൻ്റെ ഇതിന് പ്രകാരം വിധികർത്താക്കളായ സൃഷ്ടികളെ നിശ്ചയിക്കുക എന്നത് അല്ലാഹുവിനപ്പുറം ഒരു വിധികർത്താവിനെ നിശ്ചയിക്കലല്ല. ഉദാഹരണത്തിന്, ഇഹ്റാം ചെയ്ത സമയത്ത് വേട്ടയാടാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം വേട്ടയാടിയാൽ ഫജസാഉം മിസ്ലു മാ ഖതല മിനൻ നഅമി യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും. ഇവൻ വേട്ടയാടി കൊന്ന വസ്തു എന്താണോ അതിനോട് സമാനമായ മറ്റൊന്നിനെ അതിന് പിഴയായി നൽകണം, അല്ലെങ്കിൽ അതിനെ അറുക്കണം. ഈ കൊല്ലപ്പെട്ട മൃഗമാണെങ്കിൽ അതിനോട് സമമായതിനെ പകരം അറുക്കണം. ആ സമമായതാണോ അല്ലയോ ഇത് അറുക്കപ്പെടാൻ പോകുന്ന മൃഗം കൊല്ലപ്പെട്ടതിനോട് സമമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട യോഗ്യരായ വിശ്വസ്തരായ 2 പേർ വിധി കൽപ്പിക്കണമെന്ന് അല്ലാഹു പറഞ്ഞത് കണ്ടില്ലേ? വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന്. അല്ലാഹു ഇവിടെ ഇതിന് നൽകുന്നു. അവൻ്റെ ഇതിന് പ്രകാരം സൃഷ്ടികളെ വിധികർത്താക്കളാക്കുന്നത് അല്ലാഹുവിനപ്പുറം, അല്ലാഹുവിന് പകരം, അല്ലാഹുവിനെ കൂടാതെ ഒരു വിധികർത്താക്കളെ നിശ്ചയിക്കലല്ല, അത് അല്ലാഹുവിനെ കൊണ്ടുള്ള നിശ്ചയിക്കലാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഏകദേശം പകുതിയോളം ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങി. പക്ഷേ പകുതിയോളം ആളുകൾ നെഹ്റവാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ചു. അതിഭീകരമായ പ്രവർത്തനങ്ങൾ അവർ നടത്തി. അവരുടെ സ്റ്റേറ്റിനടിയിലൂടെ വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും അവരുടെ തൗഹീദ് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ബഹുമാനപ്പെട്ട ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ അവർ പിടികൂടി ചോദ്യം ചെയ്തു, കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. അവരുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ സ്ത്രീയുടെ വയറ് കുത്തിക്കീറി കുട്ടിയെ പുറത്തെടുത്തു. അത്രയും ഭീകരമായ ക്രൂരമായ ചെയ്തികൾ അവരിൽ നിന്നുണ്ടായി. അതിൻ്റെ ഫലമായി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവുമായി യുദ്ധം ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് എന്നവരൊക്കെ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. സഹാബത്തിന്റെ കൂടെ റസൂലുള്ളാഹി നടന്നു വരികയാണ്. ഇതിലിടക്ക് തങ്ങളുടെ ചെരുപ്പ് പൊട്ടി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചെരുപ്പെടുത്തുകൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. നബിയും സഹാബത്തും മെല്ലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചങ്ങോട്ട് ചെന്നതിൻ്റെ ശേഷം തങ്ങൾ അവിടെ നിന്നു. എല്ലാവരും അവിടെ നിന്നു. എപ്പോ ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻകും മൻ യുഖാതിലു അലാ തഅവീലി ഹാദൽ ഖുർആനി കമാ ഖാതൽതു അന അലാ തൻസീലിഹി. ഈ ഖുർആനിന്റെ അവതരണ കാലഘട്ടം വന്നപ്പോ, അവതരണമുണ്ടായപ്പോ അതിനെ അംഗീകരിക്കാതെ നിഷേധിച്ചവരോട് എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്രകാരം ഈ ഖുർആനിന്റെ വ്യാഖ്യാനം തഅവീൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ ഖുർആനിന്റെ പേരിൽ ദുർവ്യാഖ്യാനവുമായ ഒരു വിഭാഗം ഇവിടെ വരും. അവരോട് യുദ്ധം ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് എന്നവരുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഖല്ല, നിങ്ങളൊന്നുമല്ല, ഇന്നമാ ഹുവ ഖാസിഫുൻ അലി, ആ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുന്ന അലിയാണത്. ആ പറഞ്ഞ യുദ്ധം അവിടെ സംഭവിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അതീവ ഗൗരവമുള്ള വിഷയമാണിത്. ഇവിടെ 2 തരം തൗഹീദാണ് ഇവിടെ നിലവിലുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയെടുത്ത യഥാർത്ഥത്തിലുള്ള തൗഹീദ്. അത് തെറ്റാണ്, അവരുടെ തൗഹീദ് ശരിയല്ല. തങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് തൗഹീദ്.
അതാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം. അത് അവർ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതാണ്, അത് അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ളതാണ്. ഒന്നാമത്തെ തൗഹീദ് അത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സഹാബത്ത് പഠിച്ചെടുത്തതാണ്. അഥവാ ആത്യന്തികമായി പരമമായ അധികാരവും സർവമായ ശക്തിയും എല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അർഹതകളൊക്കെയും അതാത്യന്തികമായ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം അത് സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിന് അപ്പുറമുള്ളതല്ല, അള്ളാഹുവിന് പകരമുള്ളതല്ല, അള്ളാഹുവിനെ കൂടാതെ ഉള്ളതല്ല, അള്ളാഹുവിനെ കൊണ്ടുള്ളതാണ്. അത് തൗഹീദിന് വിരുദ്ധമല്ല. ഇതായിരുന്നു ആ തൗഹീദ്. അതിന് വിരുദ്ധമാണ് ഇവർ കണ്ടുപിടിച്ച തൗഹീദ്. അവർ വളരെ ക്രൂരമായ പ്രവൃത്തികൾ നടത്തി, അവരുടെ തനി സ്വഭാവം അവർ കാണിച്ചു. കാലഘട്ടങ്ങൾക്ക് ശേഷം പലപ്പോഴായി ഇത് ആവർത്തിക്കപ്പെട്ടു. ഈ ഭിന്നത, ഈ വിഭാഗീയത കാലഘട്ടങ്ങളിൽ ആവർത്തിക്കപ്പെട്ടു. പിൽക്കാലത്ത് വന്ന വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് മുഅ്തസിലത്ത്. ഈ മുഅ്തസിലത്തും എന്തു ചെയ്തു? ഇതേ വാദമുഖമാണ് ഉന്നയിച്ചത്, ഇതേ അടിസ്ഥാനമാണ് അവരും സ്വീകരിച്ചത്, ഇതേ അടിസ്ഥാനമാണ് അവരും സ്വീകരിച്ചത്. അതെന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്നൊരു വാദം ഉന്നയിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് ഒരു വിഭാഗം തീരുമാനിച്ചു. അതിനെ അക്കാലത്തുള്ള പണ്ഡിതന്മാർ അംഗീകരിച്ചില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അത് ഖദീമാണ്. സൃഷ്ടിയാകുന്ന ഒന്ന് സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്, അതിന് മുമ്പില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ വിശേഷണമാണ്, അത് സൃഷ്ടിയാവാൻ പറ്റില്ല. അതുകൊണ്ട് ഖുർആനിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. അത്തരം ഒരു ചർച്ചയും മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പുതിയ അത്തരത്തിലുള്ള ചർച്ച അംഗീകരിക്കുകയില്ല എന്നായിരുന്നു അക്കാലത്തെ അഹ്ലുസുന്നയുടെ ഉലമാഇന്റെ നിലപാട്. ഇതിനെ സ്വീകരിക്കാൻ, അവരുടെ ഈ വാദമുഖങ്ങളെ സ്വീകരിക്കാൻ അക്കാലത്തുള്ള പണ്ഡിതന്മാർ പലരും തയ്യാറായില്ല. അന്ന് ഖലീഫയായിരുന്ന അബ്ബാസി ഖലീഫമാരിൽപ്പെട്ട മഅ്മൂൻ, ആ മഅ്മൂനിനെ ഈ വാദമുഖക്കാർ സ്വാധീനിക്കുകയും മഅ്മൂൻ ആ വാദമുഖം സ്ഥാപിക്കുന്നതിന് വേണ്ടി അധികാരം ഉപയോഗപ്പെടുത്തി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വാദത്തെ, ഈ പുതിയ വാദത്തെ, സൃഷ്ടിയാണ് ഖുർആൻ എന്ന് വാദിക്കുകയും ആ സൃഷ്ടിയായ ഖുർആനിനെ സംബന്ധിച്ച് പിന്നെ ഖദീം എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണത്തെ സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കലാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. സൃഷ്ടിയാണെന്ന് അവർ വാദിച്ചു, പറഞ്ഞു വെച്ചു. ആ സൃഷ്ടിയാണെന്ന് അവർ പറയുന്ന ഖുർആനിനെ സംബന്ധിച്ച് അത് ഖദീമാണെന്ന് പറയൽ, ഖദീം അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട വിശേഷണം സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തു, ശിർക്ക് ചെയ്തു. ആര് ശിർക്ക് ചെയ്തു? ആരാ മുശ്രിക്ക്? ഒന്നാമത്തെ മുശ്രിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ഇമാം അബൂ യഅഖൂബ് അൽ-ബുവൈത്തി റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ തുടങ്ങിയ കാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അവർക്ക് നേരെ ശിർക്ക് ആരോപിച്ചു. അവരെ മുഴുവനും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മഅ്മൂൻ ബഗ്ദാദിലേക്ക് കൊടുത്തയച്ച കത്തിന്റെ പൂർണ്ണരൂപം ഇമാം തബരി താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്ന ഓരോ വാക്കുകളും ഇവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുകയാണ്. ഇവരുടെ പുതിയ തൗഹീദ് അംഗീകരിക്കാത്തവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. അഹ്ലു ജഹാലത്തിൻ വഅമൻ അനില്ലാഹി തആല വളലാലത്തിൻ അൻ ഹഖീഖത്തി ദീനിഹി വതൗഹീദിഹി. അല്ലാഹുവിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത, യഥാർത്ഥ തൗഹീദ് തിരിഞ്ഞിട്ടില്ലാത്തവർ. ഈ പദം എവിടെ നിന്ന് വന്നതാ? യഥാർത്ഥ തൗഹീദ് തിരിഞ്ഞിട്ടില്ലാത്തവർ. ثم إنهم جادلوا بالباطل ودعوا إلى قولهم. ബാത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. വനസബു അൻഫുസഹും ഇല സുന്ന.
അവരെ സംബന്ധിച്ച് സുന്നികൾ എന്ന് പറയുന്നു. അവരെ സംബന്ധിച്ച് അവർ സുന്നികൾ എന്ന് പറയുന്നു. അവർ സുന്നികളല്ല എന്ന് അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു. മാത്രമല്ല വവസഫു ഖൽഖല്ലാഹി വഫിഅലഹു ബിസ്സിഫത്തി അല്ലതി ഹിയ ലില്ലാഹി വഹ്ദഹു. അല്ലാഹുവിന്റെ സൃഷ്ടിയെ സംബന്ധിച്ച് അല്ലാഹുവിന് മാത്രമുള്ള വിശേഷണം സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ട വിശേഷണം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. കൊക്കിൽ ജീവമുണ്ടെങ്കിൽ വിടൂല നിങ്ങളെ എന്ന് പ്രസംഗിച്ചല്ലോ ഒരുത്തൻ. അതെ, അത് മഅ്മൂന് പണ്ട് പറഞ്ഞതാണ്. അവരെ വിടുകയില്ല. ഇല്ലാ ബഅദ ഇസ്തിക്മാലി ഹഖീഖത്തി തൗഹീദി വ ഇഖ്ലാസിഹി. കറകളഞ്ഞ പൂർണ്ണമായി തൗഹീദ് ഉൾക്കൊള്ളാത്തിടത്തോളം കാലം, കറകളഞ്ഞ തൗഹീദ് ഉൾക്കൊള്ളണം. പൂർണ്ണമായി തൗഹീദ് ഉൾക്കൊള്ളാത്ത കാലത്തോളം അവരെ വെറുതെ വിടുകയില്ലെന്ന് മഅ്മൂൻ ബഗ്ദാദിലേക്ക് കൊടുത്തയച്ച കത്തിലുണ്ട്. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. ശിർക്ക് ആരോപിക്കപ്പെടുന്നു ഉമ്മത്തിന് നേരെ നോക്കി. അതിനുള്ള അടിസ്ഥാന കാരണം എന്താ പറയുന്നത്? അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ട വിശേഷണം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. കണ്ടോ? ഇവരും അതിഗൗരവമായി തീവ്രമായി പ്രവർത്തിച്ചു. അവരുടെ വാദമുഖങ്ങൾ അംഗീകരിക്കാത്ത പണ്ഡിതന്മാരെ ധാരാളം കൊന്നൊടുക്കി. അധികാരം ഉപയോഗപ്പെടുത്തി അഹ്മദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ അറസ്റ്റ് ചെയ്തു, അതിക്രൂരമായി പീഡിപ്പിച്ചു. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടി, തല അറുത്തു മാറ്റിയ തല ബഗ്ദാദിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുന്തത്തിൽ നാട്ടപ്പെട്ടു ദിവസങ്ങളോളം. അന്നത്തെ ജനങ്ങൾ മുഴുവനും പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ തല ആ കുന്തത്തിന്റെ മുകളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുമായിരുന്നു. ആ തലയുടെ മുകളിൽ ചെവിമേൽ ഒരു കടലാസിൽ എഴുതി ഹാദാ റഅസുൽ കാഫിർ അൽ മുശ്രിക് അഹ്മദ് ഇബ്നു ഖുസാഇ. ഇത് കാഫിറിന്റെ തലയാണ്. ഈ ശിർക്ക് ആരോപണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ആ തല അതിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇത് കാഫിറും മുശ്രിക്കുമാണ്. ചരിത്രം ആവർത്തിക്കപ്പെട്ടു. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സമസ്തയുടെ ഉത്ഭവമുണ്ടാകുന്നതും അതിൻ്റെ ആവശ്യകത അനിവാര്യമാകുന്നതും. ഇത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. കാലഘട്ടങ്ങളുടെ വ്യത്യാസമുണ്ട്, നാമങ്ങളുടെ പേരുകളുടെ സംഘടനകളുടെ പേരിൻ്റെ വ്യത്യാസമുണ്ട്. അതേസമയം ചില വിഷയങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അന്ന് വിധികർത്താവാക്കി എന്നതാണ് വിഷയം. പിന്നീടുണ്ടായത് ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്നതാണ് വിഷയം. ഇന്ന് നാം കേൾക്കുന്നത് ആരാധിച്ചു, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്നു. അല്ലാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കലാണ്. അതുകൊണ്ട് ശിർക്കാണ്. അടിസ്ഥാനം ഒന്നാണ്. അതിന് ഖവാരിജ് എന്ന് പേര് പറഞ്ഞാലും, മുഅ്തസിലത്ത് എന്ന് പറഞ്ഞാലും, നദ്വത്ത് എന്ന് പറഞ്ഞാലും, ജമാഅത്ത് എന്ന് പറഞ്ഞാലും ഒക്കെയും അടിസ്ഥാനം ഒന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം. അതായത് അന്ന് സഹാബത്ത് മുറുകെ പിടിച്ച തൗഹീദുണ്ട്. പിൽക്കാലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ അഹ്മദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവർ മുറുകെ പിടിച്ച തൗഹീദുണ്ട്. അത് തന്നെയാണ് പിൽക്കാലത്ത് മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഉലമാക്കളും അവരും മുറുകെ പിടിച്ച് നമുക്ക് കൈമാറി തന്ന തൗഹീദ്. അത് അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരവും അല്ലാഹുവിൻ്റെ സമ്മതപ്രകാരം മാത്രമാണ് മറ്റുള്ള സർവരുടെയും പ്രവർത്തനങ്ങൾ എന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമല്ല എന്ന വസ്തുതയാണ് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ തൗഹീദ് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് കൈമാറി തന്നതാണ്. അത് തന്നെയാണ് എന്നും തൗഹീദ്. ആ തൗഹീദ് വിട്ടുകൊണ്ട് സ്വന്തമായി
ചിന്തയിലൂടെ സ്വന്തമായി ഓരോരുത്തരും ചിന്തിച്ച് തൗഹീദ് ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമാണ് ചിന്ത പലർക്കും പലതാണ്. ഇവനക്ക് കിട്ടുന്ന ചിന്തയല്ല ഇവന്റെ തൗഹീദ്, അവനക്ക് കിട്ടുന്ന തൗഹീദല്ല അവനക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന തൗഹീദ്. അവസാനം സമസ്തയുടെ സജീവമായ 100 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ആ സംഘടിച്ച് ഉണ്ടാക്കിയ തൗഹീദ് ഇന്നിതാ പൊട്ടിപ്പിളർന്നു 8 അതിലധികവുമായ തൗഹീദായി തെരുവിലിറങ്ങി കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കാണുന്നതല്ലേ. ഇത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമല്ല, അടിസ്ഥാനപരമായ തൗഹീദിലാണ് ഇവിടെ തർക്കം നടക്കുന്നത്. തൗഹീദിൽ തർക്കമോ, തൗഹീദിൽ അഭിപ്രായ വ്യത്യാസമോ? അതെങ്ങനെ സാധ്യമാകുന്നത്? അതുണ്ടാകുമോ? അതുകൊണ്ട് പക്ഷെ ആ വിഭാഗത്തിനൊരു പാരമ്പര്യമുണ്ട്. അത് അന്നത്തെ ഖവാരിജുകളുടെ പാരമ്പര്യമാണ്. ചരിത്രത്തിൽ മുഅ്തസിലത്തിലൂടെയും മറ്റും ഇവിടെ ആവർത്തിക്കപ്പെട്ട ഒരു പാരമ്പര്യമാണ്. അത് ഏറെ ഭീകരമാണ്. അവരുടെ മുഖം വളരെ വികൃതമാണ്. അവരുടെ ചരിത്രം അത് വളരെയേറെ ക്രൂരമായ പീഡനങ്ങളെ കൊണ്ട്, ആക്രമണങ്ങളെ കൊണ്ട് മഹാന്മാരായ പലരുടെയും മുസ്ലിം ഉമ്മത്തിന്റെ രക്തം കൊണ്ട് കറപുരണ്ടതാണ്. അതാണ് അവരുടെ പാരമ്പര്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം അവരുടെ തനിമുഖം പുറത്തെടുക്കാൻ അവർ അനുവദിക്കാത്തത് കൊണ്ട് അതവരവിടെ പ്രവർത്തിക്കുന്നില്ല. അഥവാ അവസരം ലഭിച്ചാൽ അവരുടെ പാരമ്പര്യം അവർ മറക്കുകയില്ല. ഭീകരതയാണത്, അത് തീവ്രതയാണത്, അത് കൊലയാളി സംഘമാണ്. അവരല്ലാത്തവരെ മുഴുവനും തലയെടുക്കണമെന്ന നിലപാടിൽ നിന്ന് വന്ന പ്രസ്ഥാനമാണത്. അതുകൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം, സാമുദായിക സൗഹൃദം, നല്ല സ്ഥിരത അത് രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉത്തരവാദിത്വം അത് സാധാരണക്കാർക്ക് എന്നതിന് പുറമെ രാഷ്ട്രീയ പ്രവർത്തകർക്കും നിയമപാലകർക്കും അധികാരം കൈയാളുന്നവർക്കും വലിയ ബാധ്യതയുണ്ട്. അതിൽ നിന്ന് അവർ മുഖം തിരിഞ്ഞു നിന്നാൽ പകരം വരാനുള്ളത് ഈ ഭീകര വിഭാഗമാണ്. അത് സമുദായത്തിൽ കുഴപ്പങ്ങൾക്ക് വഴിവെക്കും, സമാധാനം തകർക്കുമെന്ന് എല്ലാവരും ബോധ്യമുള്ളവരാവണം. സാമുദായിക ഐക്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികളും പ്രസ്ഥാനങ്ങളും നേതാക്കളും ഇവരെ താങ്ങാൻ നടക്കരുത്, ഇവരെ തലോടാൻ പോവരുത്, ഇവർക്ക് സമൂഹത്തിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ പോവരുത്. അവർ പ്രവർത്തിച്ചു 100 കൊല്ലത്തിലധികം. അവരുടെ തൗഹീദ് ഇന്നിതാ സമസ്തയുടെ പ്രവർത്തനം തകർത്തെറിഞ്ഞിരിക്കുന്നു. അത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അതിനെ കൂട്ടിയോജിപ്പിക്കാനോ അതിന് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കാനോ അവരെ ചേർത്ത് പിടിക്കാനോ സമുദായ നേതൃത്വം ഒരുങ്ങുന്നത് അപകട സൂചനയാണ്. അവരുടെ ചരിത്രം മനസ്സിലാക്കണം, അവരുടെ തനിനിറം മനസ്സിലാക്കണം, അവരുടെ അടിസ്ഥാനം തിരിച്ചറിയണം. അതിന് സാധ്യമായി കൊള്ളണമെന്നില്ല എല്ലാവരും ഒരുപോലെ വിവരമുള്ളവരല്ലല്ലോ. വ്യത്യാസമുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യവും വിവരവും ഇല്ലാത്തവർ ഉള്ള മഹാന്മാരായ നേതൃത്വം ഇവിടെ ഉണ്ടെന്ന തിരിച്ചറിവുണ്ടാവണം. അതിനിവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കളുണ്ട്. അവർ ആ തിരിച്ചറിവുള്ളവരാണ്. അവർ പറഞ്ഞു തരും ആരാണ് യഥാർത്ഥത്തിൽ ഹക്ക് മുറുകെ പിടിക്കുന്നവർ, ആരാണ് ഭീകരത ഉള്ളവർ, ആരാണ് ബാത്തിലിന്റെ ആളുകൾ, ആരുടെ കയ്യിലാണ് പിഴവുള്ളത് ഹക്കുള്ളതെന്ന വേർതിരിവ് സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞു തരും. അത് കേൾക്കാനെങ്കിലും കഴിയണം. അവരെ തള്ളിപ്പറയുന്ന സ്വഭാവം, അതിനെ തളർത്തുന്ന നീക്കം, സമസ്തയെ സമൂഹത്തിൽ നിന്ന് അകറ്റുന്ന നീക്കം അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ദൂരേക്ക് ചിന്തിച്ച് കാര്യങ്ങളെ നീക്കുന്നതാണ് നേതൃപാടവമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ആ നിലക്കുള്ള ഒരു യോജിച്ച നീക്കം സമസ്തയ്ക്കൊപ്പം നിന്നുകൊണ്ട് സമസ്തയിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി ദൂരേക്ക് ചിന്തിച്ച് നീങ്ങുന്ന ഒരു നല്ല ഇന്നലകൾ നമുക്കുണ്ടായിരുന്നു. അത് നമ്മളുടെ സുവർണ കാലഘട്ടമാണ്. അതിൽ നിന്ന് നാം വ്യതിചലിച്ചാൽ, പിന്നോട്ട് പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഈ വിഭാഗത്തെ തലോടാൻ പോകുന്നത് അപകടകരമാണെന്ന് നേതൃത്വവും സാധാരണക്കാരും എല്ലാവരും മനസ്സിലാക്കൽ
അനിവാര്യമാണെന്ന് താൽക്കാലികമായി നമ്മളൊക്കെ ഓർമ്മയുള്ളവരാവുക. അതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തനം ഈ അടിസ്ഥാനങ്ങളെ സൂക്ഷിച്ചുകൊണ്ടുള്ളതാണ്. അതിനു വേണ്ടി മാത്രമുള്ളതായിരിക്കും. അതിന് അപകടം വരാൻ സാധ്യതയുള്ള ഒരു വിദ്യാഭ്യാസമോ ഒരു പ്രവർത്തനങ്ങളോ സമസ്തക്ക് ഉണ്ടാവുകയില്ല, ഉണ്ടാവാൻ പറ്റില്ല. വിദ്യാഭ്യാസം ഈ അടിസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം. വിദ്യാഭ്യാസം നാം നിലനിർത്തിപ്പോന്ന അടിസ്ഥാന തത്വങ്ങളെ അത് സമൂഹത്തിന് കൈമാറി കൊടുക്കാൻ വേണ്ടിയായിരിക്കണം. അതിന് തുരങ്കം വെക്കുന്ന ആഗോളതലത്തിൽ പലയിടങ്ങളിലും നിലനിൽക്കുന്ന അഴകുഴമ്പൻ സുന്നി, നീക്കുപോക്കൻ സുന്നി, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സുന്നി, ആ സുന്നി സമസ്തയുടെ പേരിൽ സുന്നികളായ സമസ്തയുടെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റാൻ, ഒളിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെ മൂക്ക് കയറിട്ടിരുത്തി. അത് സമസ്തയുടെ ബാധ്യതയാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ അപകടമുണ്ട്. ആ തിരിച്ചറിവ് പണ്ഡിതന്മാർക്കുണ്ടായപ്പോ ഇരുത്തേണ്ടത് തിരുത്തിയതാണ്. അതിന് ബദൽ സംവിധാനം വരുമ്പോൾ അതിനെ പിന്തുണക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും നമ്മുടെ നേതൃത്വത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. പണ്ഡിതന്മാരാണ് നേതൃത്വം. പാണ്ഡിത്യമുള്ള, നികന്ന പാണ്ഡിത്യമുള്ള നേതൃത്വം നമുക്കുണ്ട്. ആ നേതൃത്വത്തെ അംഗീകരിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിവിടെ ഉണ്ടായി എന്നിട്ടും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പോകുന്നവർ സ്വന്തം നഫ്സിനോട് അതിക്രമം കാണിക്കുന്നവരാണ്. അവർക്കൊന്നും ഒരു ഉത്തരവും പറയാനില്ല. റബ്ബിന്റെ മുന്നിൽ കൃത്യമായ നേതൃത്വം നമുക്കുണ്ട്. ആ നേതൃത്വം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകലാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.